രണ്ടുപേർക്കൂടെ ഷെയർ ചെയ്ത് തിന്നാന്നുള്ള വിചാരമൊന്നുമില്ല. ഒറ്റയ്ക്ക് തിന്നണമെന്നാണ് ടുട്ടുവിൻ്റെ വിചാരം. പാവം അപ്പുവാണെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ കണ്ടുകൊണ്ട് ചക്കി അവിടെ ദേഷ്യം പിടിച്ചിരിപ്പുണ്ട്. ഒരു പ്രാവശ്യം ഇവന്മാരെ വന്ന് ഓടിച്ച് വിട്ടതാണ് ഇങ്ങനെ അടി കൂടുന്നതിൽ. ഇതാ അവൾ ഇനിയും വന്ന് ഇവന്മാരെ ഓടിക്കുമെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. പാവൻ്റെ അപ്പു അവനത് കഷ്ടപ്പെട്ടെടുത്തോണ്ടും തിന്നത് അവൻ്റെ വായിൽ നിന്ന് തട്ടിയെടുത്തു. ഇതേ നേരത്തെ പോലെ ചക്കി വീണ്ടും വന്ന് നിങ്ങളെ ഓടിക്കും കേട്ടോ. അടി കൂടരുത്. അപ്പു ഇട്ടിട്ടു ചക്കി അവിടെ നോക്കിയിരിപ്പണ്ടേ. നിങ്ങൾ അടി കൂടിയ ചക്കി വന്ന് നിങ്ങളെ കൊത്തി ഓടിക്കും. അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടേ. ഇതാ വരുന്ന ചക്കി. ഇന്ന് അപ്പൂനും ടുട്ടൂനും നല്ലത് കിട്ടും ചക്കിയുടെ കയ്യിൽ. ചക്കി ഇവന്മാർ അടി കൂടാനുള്ള പ്ലാനാണെന്ന് തോന്നി ചക്കി. ഇതാ വരുന്ന ചക്കി വരുന്നുണ്ടേ. ചക്കി വരുന്നുണ്ട് കേട്ടാ. രണ്ടെണ്ണത്തിന് ഇന്ന് ശരിയാക്കും അവള്. ഇതാ വരുന്നു ചക്കി വരുന്നുണ്ടപ്പോഴേക്കും അപ്പു ഓടിയേ. ചക്കി ടുട്ടൂന് ഓടിക്കാനായിട്ട് വരിക. കടിച്ചു. പാവം ടുട്ടു പേടിച്ചു പോയി. അങ്ങനെ ഇപ്പോൾ അവന്മാർ അടികൂടി തിന്നണ്ടെന്ന് വെച്ചിട്ട് ചക്കി വന്ന് അവന്മാരെ കൊത്തി ഓടിച്ച് എന്നിട്ട് അതെടുത്തോണ്ട് പോവുകയും ചെയ്തു. അവൾക്കത് തിന്നാനൊന്നും വേണ്ട. അവളവിടെ ദൂരെ കൊണ്ടുപോയി വെച്ചിട്ട് അവളുടെ കാര്യം നോക്കിപ്പോയി. ഇങ്ങനെയായാലും ഇവന്മാരുടെ വഴക്കൊന്ന് തീർക്കണം. അതിനാണ് അവൾ ഇറങ്ങി വന്നത്. അപ്പും ടുട്ടു ഇതുകൊണ്ടെങ്കിലും ഒരു പാഠം പഠിച്ചാൽ മതിയായിരുന്നു.